നിങ്ങൾ ഡേ 1 ശബരിമലയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്കിൽ അയച്ചു തരാം. ഇന്ന് ഡേ 2 പറ്റിയിട്ടാണ് നമ്മൾ വിശേഷങ്ങൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഡേ 1 മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്നു. അതൊരു നൈറ്റ് ഡ്രൈവ് ആയിരുന്നു, നല്ല നൈറ്റ് ഡ്രൈവ്. നമ്മളൊരു മൂവിയും കണ്ടില്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയില്. ഇപ്പോൾ ഈ ഡേ 2 നമ്മൾ കർണാടകയുടെ ഉള്ളിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ വിശേഷങ്ങൾ നോക്കാം. ഒരു കാര്യം കൂടി, ഏറ്റവും ലാസ്റ്റിലുണ്ടല്ലോ നമ്മൾ ട്രാസി എന്ന് പറഞ്ഞ ഒരു ബീച്ചിൽ പോയിരുന്നു. നല്ല ഭംഗിയുള്ള ബീച്ച്, ഒരു കച്ചറിയും ഇല്ല, നല്ല ക്ലീൻ ആയിരുന്നു. ഞാനും പറഞ്ഞു അവിടെ കുറച്ച് സമയം കളിച്ചു. ഞാൻ കുറച്ച് ഷെൽസ് എല്ലാം കളക്ട് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ നല്ല ഇഷ്ടമാണ്. നമുക്ക് ഈ വീഡിയോയിൽ കർണാടകേൻ്റെ വിശേഷങ്ങളെല്ലാം നോക്കാം. പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവ്. അങ്ങനെ നേരം പുലർന്നു. നമ്മൾ മഹാരാഷ്ട്ര ബോർഡറിൽ നമ്മളിപ്പം കർണാടകത്തിലേക്ക് ജസ്റ്റ് കടന്നു. അപ്പോൾ കടന്നതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഡീസൽ അടിച്ചു. ഇവിടെ നല്ല വില വ്യത്യാസമുണ്ട്. നല്ല വില എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 93 ചില്ലറയാണ്, ഇവിടെ 88 റുപ്യ ഉള്ളൂ. അപ്പോൾ കർണാടകത്തിൽ കടന്നപ്പാട് നമ്മൾ ഡീസൽ അടിച്ചു. രാത്രി ഉറക്കം വന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിന്. അത് കഴിഞ്ഞിട്ട് ലിജിയാന്ന് ഒരു അരമണിക്കൂർ ഓടിച്ചേ. നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു. ഒരു 135 കിലോമീറ്റർ ഓടിയിട്ടാണ് ഫുൾ ടാങ്ക് അടിച്ചത്. അപ്പോൾ മൈലേജ് 27 കിലോമീറ്റർ മൈലേജ് കിട്ടി ഹൈവേയിൽ. ഒരു 70-80 സ്പീഡിൽ ഓടിച്ചതാണ്, ക്രൂയിസ് മോഡല്. അപ്പോൾ അടിപൊളി മൈലേജാണ് കിട്ടിയത് നമുക്ക്. 27 കിലോമീറ്റർ, അത് 1500 cc-ൻ്റെ 8 സീറ്റർ വണ്ടിയാണെന്ന് ഓർമ്മിക്കണം. ഇത്രല്ല വണ്ടിയായിട്ട് ലോഡ്ജ് എന്നാവും ആൾക്കാർ വാങ്ങാൻ. കോലാപ്പൂർ കഴിഞ്ഞ് നിപ്പാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നിപ്പാനി കഴിഞ്ഞ് പിന്നെ ബെൽഗാവ് കഴിഞ്ഞ് ധാർവാഡ്, ധാർവാഡിൽ നിന്ന് ഹൂബ്ലി എത്തുന്നതിന് കുറച്ച് മുന്നേ ഒരു റൈറ്റ് അടിക്കാനുണ്ട്. അതായത് ലെഫ്റ്റ് അടിച്ചിട്ട് ഹൈവേൻ്റെ അടിയിലൂടെ പോന്നെ, ശരിക്കും റൈറ്റ്. ഈ യെല്ലാപുരം, ഹുബ്ലി, പിന്നെ കാർവാർ റോഡ്. അപ്പോൾ കർണാടകത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ. ഓരിച്ചെരിയുന്ന മഴ പെട്ടെന്ന്. ഓരിച്ചെരിയുന്ന മഴ. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ട്രക്കുകാർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. പെട്ടെന്ന് മഴ വരുമ്പോൾ സാധനങ്ങളെല്ലാം അവർ കെട്ടിയിട്ടുണ്ടാവും. എന്നാലും ചിലപ്പോൾ അത് ആ ഒരു പ്രദേശത്ത് മാത്രം മഴയാണ്. ഇവിടെ എത്തുമ്പം പോയി. ഇതെന്തോ ക്ലൗഡ് ബസ്റ്റ് എങ്ങനെ ആയിരിക്കുന്നത്, ആ ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസം. അങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടോ? ഒന്ന് പുകയാ പോകുന്ന ആവിയാ പോകുന്നു? പുകയാന്നല്ലേ സാധനം. റോഡ് കൺവെയർ ബെൽറ്റാണ്. ആ ബോർഡെല്ലാം വായിച്ചേ. ബെൽഗാവി എത്രയാ? 10 കിലോമീറ്റർ. ധാർവാഡ് 87. ബെൽഗാവി ധാർവാഡിലേക്ക് 87 കിലോമീറ്റർ ഉണ്ടല്ലേ. നോക്കിയാട്ടെ വിൻഡിമില്ല് വീഡിയോ എടുക്കണേ. ലച്ച് നോക്കിയാ എല്ലാം ഒരുമിച്ച് പറഞ്ഞാ വിൻഡിമില്ല്.
ശ്രദ്ധിക്കുന്നില്ല, വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഓ, ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്തില്ല. ശരിക്കും ഓവർടേക്ക് പിന്നെ ഈ ഹാൻഡ്കർച്ചീഫ് ആരും യൂസ് ചെയ്യില്ല. ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇപ്പൊ നമ്മള് ബെൽഗാവിലെത്തി. ബെൽഗാവാണ് നമ്മള് മഹാരാഷ്ട്രയിലേക്ക് അല്ല, മഹാരാഷ്ട്ര കർണാടകത്തിൽ കടന്നിട്ടാകുമ്പോൾ ആദ്യത്തെ ജില്ല. അച്ഛൻ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാ? ഇവിടെ ഡാർക്ക്, അങ്ങ് ദൂരെ നോക്കിയാട്ടെ നല്ല നല്ല ലൈറ്റ് അല്ലേ? നീല അല്ലേ? ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. പക്ഷെ ആടെ എത്തുമ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലൂ ആ തോന്നുന്നു. അപ്പൊ ബെൽഗാവിന്റെ പ്രത്യേകത അറിയാം. ബെൽഗാവിനെ ചൊല്ലി മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ ഫൈറ്റ്. ബെൽഗാവ് മഹാരാഷ്ട്രക്കാർ പറയുന്നത് നമ്മളതാണ്, കർണാടകക്കാർ പറയുന്നത് നമ്മളതാണ്. അങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ആകാശത്തിനൊരു പ്രത്യേക സൗന്ദര്യം തന്നെ അല്ലേ? ഇങ്ങനെയുള്ള സാധനം കയറ്റി പോകുന്നതാണ് സമ്മതിക്കണം. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ കഴിയാ. ഒരിടത്തോട്ടേക്കുള്ളൊരു വളവ് കളിയുമ്പോനങ്ങ് വീണു പോവല്ല. ഇതെല്ലാം ലോജിസ്റ്റിക് എക്സ്പേർട്സ് ആയിരിക്കും ഇവരെല്ലാം. ആ കെട്ടിയ കെട്ടന്നെ അങ്ങനെ വളഞ്ഞിട്ട് നല്ല റോഡിലെ ബംഗാർവാലേന്റെ കാടിയാന്ന് തോന്നുന്നു. ബംഗാർവാല സ്വയംവര ശുഭദിനം. പക്ഷെ കൊറേ സ്ഥലത്ത് പണി നടക്കുന്നോണ്ട് സിഗ്സാഗ് 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 തൊട്ടാ പറ്റും നമ്മള് ഓടിയ. ലിജി അങ്ങനെ 2 സ്പീഡ് ബ്രേക്കറും തുള്ളിച്ചു. ഷോക്ക് അബ്സോർബർ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഗംഗാധരൻ്റെ അടുത്ത് വാങ്ങി തരേണ്ടി വരും. നല്ലതാ, സ്ലൈഡ് പോലെ ഇറങ്ങിക്കായിരുന്നു. ഇതിനൊക്കെ പിന്നെ എന്ത് വേണം? അതെ, അത് ശരിയാ. തിന്നുന്നവരെല്ലാം തൂറും. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ തിന്നുന്നവരെല്ലാം തൂറും. നീ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം. ഒരു സിനിമയില് എല്ലാ ക്യാരക്ടേഴ്സും വേണ്ടേ? ഹീറോ ഉണ്ടാവും, ഹീറോയിൻ ഉണ്ടാവും, കോമഡി സ്റ്റാർ ഉണ്ടാവും. ഞാൻ നമ്മളെ കോമഡി സ്റ്റാർ. അതൊരു വസ്തുതയല്ലേ? നമുക്ക് നമ്മളുടെ കോമഡി മോശം തോന്നും. അപ്പിടാൻ എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ. അല്ല, കക്ക്. നമ്മള് മലയാളം നവോദയ പോയപ്പാട് മലയാളം മാഷ് പിന്നെ ചോദിക്കുക, എന്താടാ ഇവനെ കണ്ട ഇന്ന് അപ്പിടാത്ത പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാ. നമ്മളാദ്യമായിട്ടാണ് കണ്ണൂരിന് പുറത്തുള്ള ഒരു മലയാളിനെ കാണുന്നത്. അപ്പിടാനാ മാഷേ? എന്താ അപ്പിടുവെന്ന് പറഞ്ഞാല് മാഷിനെ മാഷ് പറഞ്ഞു. മലകപ്പുറം ശരണം വിളിക്കണ്ടേ?
ബുക്ക് എടുത്തിട്ടല്ലേ ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇല്ല നമ്മളില്ലേ കൂടി വന്നല്ലേ എന്നിട്ട് ഇതെല്ലാം കണ്ട് ചേച്ചി അമ്മ അത് ലെഫ്റ്റിലാന്ന് പിന്നെ കർണാടകന്റെ പുതിയ നിയമസഭാ മന്ദിരം. പുതിയതൊന്നുമല്ല, നമ്മളിത് ആദ്യം കണ്ടിനെ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെൽഗാവ് എന്ന് പറയുന്ന ഈ ജില്ലക്ക് മുകളിൽ മഹാരാഷ്ട്രയും അവകാശവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബെൽഗാവിൽ തന്നെ കൊണ്ടുവന്ന് നിയമസഭാ മന്ദിരം ഉണ്ടാക്കി. കണ്ടാ ഇതല്ലേ നിയമസഭ അത് ഭംഗിയല്ലേ, ആകാശവും ഭൂമിയും കൂടി ഇങ്ങനെ മിക്സ് ആയ പോലെ. അതായത് ആകാശഭൂമി നമ്മള് മറ്റേ കളി ആകാശം. മൊത്തം കണ്ണാടി കണ്ണാടി കാറിലെ സാധനം. സ്വാമി ശരണം. നമ്മൾ ഇവിടെ ബെൽഗാവിൽ തിരുഭാഗ്യവാടി എന്ന് പറഞ്ഞ ടോൾ പ്ലാസേൻ്റെ അടുത്ത് നിർത്തി. പിന്നെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രഭാത കർമ്മങ്ങളിപ്പം ഇവിടെ ടോൾ പ്ലാസേൻ്റെ അടുക്കെല്ലാം ടോയ്ലറ്റ് വേണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. ടോയ്ലറ്റും വെള്ളമെല്ലാം. അപ്പോൾ ഇവിടെ ടോയ്ലറ്റെല്ലാം കുഴപ്പമില്ല, വെള്ളമെല്ലാം ഇവിടെ നിർത്തി. ഇവിടെ നമ്മളെ വണ്ടി വെച്ചിട്ടില്ല. നമ്മുടെ 2 സുന്ദരിമാർ കാറിലിരിക്കുന്നുണ്ട്. ഹായ് വാറു. നല്ല മഴയായതുകൊണ്ട് വണ്ടീൻ്റെ എല്ലാം കോലം കെട്ടു. മൊത്തം ചളിയാണ്. വെച്ച് കുറച്ച് അഡ്വഞ്ചറെല്ലാം. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടും വരാം. നമ്മളെ പാനോരമിക് സൺറൂഫ് ഒന്നും ഇല്ല എന്നുള്ള എൻ്റെ സങ്കടം വേണ്ട. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം. ചളി ചളി. മാളികപ്പുറാണെങ്കിലും കുരുത്തക്കേടിനൊന്നും കുറവൊന്നുമില്ല. കാറ് ബ്രഷ് ചെയ്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? പാറുവിന് ചെറിയൊരു പനിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പനിയെല്ലാം മാറി. ഇപ്പോൾ ഇല്ലല്ലോ പനി പാറു? ചുമയുണ്ടോ? കുറച്ച് ചുമയുണ്ടല്ലേ? സാരമില്ല കേട്ടോ. നല്ല ചെടികൾ നട്ടിട്ടുണ്ടല്ലോ 2 സൈഡിലും. അല്ല 2 സൈഡിലല്ല, ഈ സൈഡ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അത്ര നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ? വെക്കേഷൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതെല്ലാം വ്യൂ കാണാൻ പറ്റും അല്ലേ? എന്താ ഭംഗി സ്ഥലം. മേഘങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടോ അല്ലേ? ഇങ്ങനത്തെ റോട്ടുമ്പിൽ അമേരിക്കയിലെ ഇങ്ങനത്തെ റോട്ടുമ്പിലോട്ടെല്ലാം പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവം അല്ലേ? നമ്മളെ നാട്ടിൽ അതിനാക്കാട്ടി എന്നുള്ള സ്ഥലം നമുക്ക് ബലിയില്ല. നോക്ക്
നോക്കറ രണ്ട് സൈഡിലും നല്ല അടിപൊളി മരങ്ങളും. ബോംബെയിലെല്ലാം കച്ചറയാണ്, കച്ചറോടെ കച്ചറ അല്ലേ? ആ താഴേക്ക് ഇറങ്ങി പോന്നുണ്ടല്ലോ. ഇതാണ് ശരിക്കും സ്ലൈഡ് അല്ലേ? നേരത്തെ പറഞ്ഞാലും ഓ നല്ല സ്ലൈഡ്. അതെന്ത് സ്ലൈഡ്? IIT ഉണ്ടടാ അല്ലേ? IIT ഹുബ്ലിയാ. ഞാൻ കുറെ മുംബൈയിലും കണ്ടില്ലല്ലോ IIT. ധാർവാഡ് ഹൈക്കോർട്ട് കോട്ടു. ആ ചെടി നോക്കിയായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ചെടിയാ. ഇവിടെ ചുവന്ന കളറ്. ഇത് യെല്ലോ കഴിഞ്ഞിട്ടാകുമ്പോ പച്ച വരും. പച്ച പച്ച ഈ അടുത്ത ഭാഗത്ത് കാണുന്ന ഹൈക്കോടതി കോമ്പൗണ്ട്. എനിക്ക് ക്യാമറ തിരിക്കാൻ കഴിയില്ല. അതാ ക്യാമറ. ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി. അപ്പൊ കർണാടക ഹൈക്കോടതി എവിടെയാണ്? ധാർവാഡിലല്ലേ? അപ്പൊ നമ്മള് ബോംബെന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന ഹൈവേ പിടിച്ചിട്ട് ഇത്രയും വരെ വന്നേട്ടാ ലച്ചു. ബോംബെന്ന് മുംബൈ ബാംഗ്ലൂർ ഹൈവേ. ആ ഹൈവേ മൊത്തം എല്ലാവിടെയും 4 വരിയോ 6 വരിയോ ആണ്. പക്ഷെ ഇവിടെ കുറച്ച് സ്ഥലം മാത്രം, അതായത് ധാർവാഡ് നിന്ന് ഹുബ്ലി വരെ മാത്രം അത് 2 വരിയാണ്. മീൻസ് ഇറ്റ്സ് എ വെരി റിസ്കി ഡ്രൈവ്. ബിക്കോസ് 6 വരിയിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടികളാണ് പെട്ടെന്ന് 2 വരിയിലേക്ക് വരുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ദ ട്രാഫിക്. യു ഗോട്ട് ഇറ്റ്? ആ ഇത്രയും ദൂരം വലിയ ഹൈവേ അല്ലേ? ഇനി അങ്ങോട്ട് വെറും 2 വരി, നമ്മളെ നാട്ടിലെ ഹൈവേ പോലത്തെ. ടോൾ ബൂത്തിന് ശേഷം പിന്നെ 2 വരി. ആ പണി നടക്കുന്നുണ്ടല്ലോ. ഈ ടോൾ കഴിഞ്ഞു. ഈ ടോളിനോട് നമ്മൾ ആഘോഷവും കഴിഞ്ഞു എന്ന് പറയാം. ഇനി ഇങ്ങനെ ഓരോ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് പോകണം. ആ ഓരോ ഓവർടേക്കും ജീവൻ മരണ പോരാട്ടം. നമ്മളെ നാട്ടിൽ നിന്നും വണ്ടി ഓടിക്കുന്നവർക്ക് കുഴപ്പമില്ല. അവർക്ക് ഇതെല്ലാം ഡെയിലിയാണ്. നമ്മളെ ബോംബെയിലെല്ലാം വണ്ടി ഓടിക്കുന്നവർക്ക്, ബോംബെയിലെല്ലാം വണ്ടി ഓടിക്കുന്ന എല്ലാവരും 2 വരി പാതിയല്ലേ? അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരൂലല്ലോ. ഇതിപ്പോൾ നോക്കറാ, നമ്മൾ ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ വണ്ടി വരും കണ്ടോ. അപ്പോൾ ഇറ്റ്സ് റിസ്കി. നോ, യു ഗോട്ട് ഇറ്റ്? ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. See, so far we have been traveling on the 4-line highway. Okay, so that means all traffic on your road is moving in one side, right? See, like this, that truck is coming now, right? Yeah. So that's risky, right? If I go to that line, you know, that will be an accident, right? That's what I'm saying. ഇതാണ് ഹൂബ്ലി ധാർവാഡ് സെക്ഷനിലെ ഹൈവേ. ധാർവാഡ് ഹുബ്ലി ഇതൊരു 26 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ 26 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നല്ല 4 വരി പാതി 6 വരി പാതിയാണ് ബാംഗ്ലൂർ വരെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമ്മൾ ഈ ഹൈവേ നിന്നാണ് തെറ്റുക അങ്ങോട്ടേക്ക്, കാർവാറിലേക്ക്, യെല്ലാപൂർ. ഈ ഹുബ്ലി ധാർവാഡ് സെക്ഷൻ 4 വരി ആക്കാനുള്ള പണി തകൃതിയായി നടക്കുന്നുണ്ട്. തെറ്റിയല്ലേ? അപ്പൊ നമ്മള് മുംബൈ ബാംഗ്ലൂർ ഹൈവേന്ന് ഈ ഹുബ്ലി കാർവാർ റോഡിലേക്ക് കയറി. ആ റോഡായി കാണും. ഇനി എല്ലാവരും പോയി എല്ലാവരത്തുനിന്ന് പിന്നെ അങ്ങ് കുമത്തയിലേക്ക് പോയിട്ട് അങ്ങനെ പോവാം. പലയിടക്ക് നമ്മളെ സുഹൃത്ത് പ്രത്യേകമായിട്ട് വന്ന അഭ്യർത്ഥിക്കട്ട, സൂപ്പർ അഭ്യർത്ഥിക്കട്ട. ഇവന് വേണ്ടിയിട്ടില്ലല്ലോ. സുന്ദരമായ സ്ഥലം. ലച്ചു സ്ഥലം കണ്ട ഭംഗി നോക്കി. എന്താ ലച്ചു 70-ലാണ് 70. ഇനി എത്ര? അത് വലിയ റോഡല്ലേ, ഇത് ചെറിയ റോഡല്ലേ?
ഞാൻ 50 ഓടിച്ചിരുന്നു. 50 60. അപ്പൊ ആരാ കേമൻ? ഇപ്പൊ ആരാ കേമൻ? ഒരു മണം വരുന്നല്ലേ? അതെ യെസ് ഓഫ് കോഴ്സ് അതിന്റെ ആണോ വണ്ടീന്റെ ആണോ? ക്ലച്ച് ഏരിയുണ്ടോ? ക്ലച്ച് ഞാൻ ചവിട്ടാണെങ്കിൽ ഏരിയ മുന്നിലത്തെ വണ്ടീന്റെ ക്ലച്ചിന്റെ ആണോ? നമ്മളെ ക്ലച്ച് കയറിയാൽ മാത്രം ക്ലച്ച് കയറിയപ്പോ ചവിട്ടി. അതെ ക്ലച്ച് കയറിയുന്ന അതിന്റെ മണം തന്നെയാണ്. എനക്കൊന്ന് ആ വണ്ടീൻ്റെ ആയിരിക്കും. അത് ഭയങ്കര രൂക്ഷമായ ഗന്ധം. ആദ്യം ഇതല്ല വെച്ച ഒരു സ്ലൈഡ് പോലത്തെ സ്ഥലം കീഞ്ഞ് കയറി. നമ്മൾ പല പ്രാവശ്യം ഇതിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കല കെട്ടിന്നാ ഞാൻ പറയില്ലേ. അതപ്പോ അങ്ങനെയൊന്നും അല്ല. അത് ഇന്നാ മനസ്സിലായത്. അല്ല ഈ സ്ഥലത്തിന്റെ പേര് വായിക്കറ കാലഘട്ടം കലഘട്ടാക്കി കലഘട്ടാക്കി അങ്ങനെ എന്തോ പറയുന്നൊരു സ്ഥലമാണ് ഇത്. ഓക്കെ കലഘട്ടാക്കി. ഇത് കഴിഞ്ഞാലാണ് നമ്മളെ മെയിൻ എല്ലാപുരം. മലയാളത്തിൽ നമ്മൾ എല്ലാവരും എന്ന് പറയും. ബാക്കിയുള്ളവർ എല്ലാപുരം എന്ന് പറയും. അല്ലാണെ കർണാടകത്തിൽ നമ്മളിപ്പോ എത്തും. എന്റെ ലക്ഷ്യം നമ്മൾ എത്രോട്ട് എല്ലാപുരത്തെല്ലാം പോയി. അതെ എപ്പോ എല്ലാപുരത്തിനെ കുറിച്ചൊരു വർത്താനം എന്തായാലും ഉണ്ടാവും. നമ്മൾ ഒരിക്കൽ ആടി ഇറങ്ങി ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാം ചെയ്തിട്ടില്ലേ? ആ അപ്പൊ കലഘട്ടാക്കി എത്തിയിട്ടില്ലേ? दोस्ती हम नहीं तोड़ेंगे. അയ്യോ ഉള്ള സബ്സ്ക്രൈബർ പോവാണ്ടെന്നാ മതി. പാറിന് പനിയായതുകൊണ്ട് ഇപ്രാവശ്യം പാറു ഒന്നും പറയുന്നില്ല. പാറു ആകെ ക്ഷീണം പിടിച്ചിട്ടാ ഉള്ളത്. അല്ലെങ്കിൽ പാറു എന്തെങ്കിലും പറയായിരുന്നു. എല്ലാവരും എത്തിയില്ലേ? എല്ലാവരായത് ഈ വളവ് കഴിഞ്ഞാൽ ഇതന്നെ എല്ലാവരും ഉണ്ടാവണം. അങ്ങനെ ഈ വളവ് തിരിയുന്നതോടുകൂടി നമ്മൾ എല്ലാപുരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ലോഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടൽ സംഭ്രം എന്നാ ഇതിനല്ലേ? സംഭാരല്ല, എക്സ്ക്യൂസ് മീ. എന്നാണല്ലേ നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥലം പോലെ ഇല്ല. ബീച്ചിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഓടും ഓടിട്ടെ കടകളും കൊറോണന്റെ സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് കഴിച്ചു. വേറെ അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പെണ്ണുങ്ങളെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടില്ല.
ആ അതെ, നമ്മള് കഴിച്ചിട്ടില്ല ഒരിക്കൽ വാഗണാർ അടുത്ത് പോകുമ്പോ ബിസബല്ലേ ബാത്തും പിന്നെ വേറെന്നാണ് ഒരു പ്രത്യേക ചോറ് തിന്നിട്ടില്ലേ, ഓർമ്മയുണ്ടാ? ഒരു രസം പോലത്തെ കറിയും. ഹോട്ടൽ മലബാർ ഇതാണ്. ഇത് ഇവിടുന്നാണ് വന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷെ അവർ മലയാളി അല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും താണ്ടി അടുത്തത് വന്ന് നമ്മൾ താൻ കൊച്ചി പൻവേൽ ഹൈവേയിൽ ചേരണം. അതിന് കുറച്ച് അല്ല ആടെ എന്തെല്ലാം എഴുതിട്ടതാ ബോർഡ്, മാഗോഡു ഫാൾസ്. മഗോഡു ഫാൾസ് 18, യാന 65, അങ്കോള 71. അപ്പൊ എല്ലാവരും ഈ അവസാനത്തെ ഈ ഇറക്കം വീടിയാന്ന് എപ്പോൾ റോഡ് മോശമായിരിക്കല്. ഇത് ഇപ്പൊ ശരിയാക്കിയ റോഡ് ഓരോ സ്ഥലത്തെല്ലാം ആദ്യം പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. വീടെല്ലാം ശരിയായി. ആ എല്ലാ വളവിലും ഭയങ്കര കുണ്ടും കുഴിയുണ്ട്. ഇപ്പൊ ആ 2 വളവിലേ കണ്ടിട്ടില്ല. ബാക്കി ഉള്ളടിക്കെല്ലാം മിക്കവാറും ശരിയായി തോന്നും. ആ പറഞ്ഞോണ്ടായിരിക്കും ഇവിടെ കൊണ്ടിട്ടുണ്ട്. കുറച്ച് കുണ്ടും കുഴി കാണാനായിട്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കുഴികളില്ലെങ്കിൽ എന്താഘോഷം? ഒരാഘോഷമില്ല. Not even 50% or 10%. Not even 1. അപ്പൊ നമ്മളാ ഇറ്റൂർ വഴിയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റോഡ് മോശം തന്നെയായിരിക്കും. കാരണം ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട റോഡല്ലേ, പ്രധാനപ്പെട്ട റോഡായിട്ട് ഇതിപ്പം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതാ അവസ്ഥ. അപ്പൊ പിന്നെ ആ റോഡിന്റെ എല്ലാ അവസ്ഥ എന്തായിരിക്കും? നെക്സ്റ്റ് വരാന്ന് പറയാം, പക്ഷെ അതിന്റെ മേലെ കൂടി അച്ഛൻ പോയിട്ടില്ല. അതിന്റെ മേലോട്ടാ ചെറിയ കുഴി നെക്സ്റ്റ് വളവിൽ വരില്ലേ? ഇത് ഇന്നുണ്ട് നല്ല കുഴി. അമ്മേ അപ്പൊ അതാണ് എല്ലാവരുടെ കുഴികളുടെ അവസ്ഥ. എപ്പോഴും ചെലപ്പോ ഇന്നും കുഴിയാക്കിയതാ. അതൊരു സൈഡ് ആയിരിക്കും എല്ലാരും പോവണ്ടേ. ശരിയാ. അതല്ലേ നമ്മളെ ബദ്ലാപൂർന്ന് ഒരു ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത, ഒരു ആക്സിഡന്റ് ഒന്നും കാണലേ ഇല്ല അല്ലേ ചേച്ചി? അല്ല ബദ്ലാപൂർ എവിടെയെങ്കിലും എപ്പെങ്കിലും ഒരു ആക്സിഡന്റ്, കാരണം ഒരു 30 കിലോമീറ്റർ സ്പീഡെങ്കിലും എടുക്കാൻ പറ്റണ്ടേ, എന്നാലേ ആക്സിഡന്റ് ആവുമല്ലോ. ഒരു 10 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത പമ്പ് വരും. 10 മീറ്ററാ. പിന്നെ റോട്ടുമിലോട്ടാ നടക്കുന്ന വിചാരിക്കും ഞാൻ പോയിട്ട് വണ്ടി പോയാൽ മതി എന്നായിരിക്കും. അപ്പൊ പിന്നെ ഒരു ബ്രിട്ടീഷല്ല അമേരിക്കക്കാരെ യൂട്യൂബ് ബ്ലോഗർ, അയാൾ ഇന്ത്യയിലെ ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞു. അയാൾ പറയാ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഭയങ്കര മെസ്സാണെന്ന്, പക്ഷെ ആ മെസ്സിലടക്കം അവർ ഓർഗനൈസ്ഡ് ആണ്, അവർക്ക് അത് മാനേജ് ചെയ്യാൻ അറിയാം. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ ലോക്കൽ ടൗണായ US അപകടങ്ങൾ കാണലുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഈ തിരക്ക് പിടിച്ച ട്രെയിൻ സ്ഥലത്ത് പോലും നിങ്ങൾ കാര്യമായിട്ട് അപകടമൊന്നും കാണൂല. നമ്മളെ കച്ചറ കണ്ടിട്ട് എന്തെങ്കിലും നല്ലത് പറയണ്ടേ വെച്ചിട്ട് പറഞ്ഞായിരിക്കും ചിലപ്പോ, അല്ല അതും പറയാൻ കഴിയില്ല. മഹാരാഷ്ട്രയിൽ ഇന്നും കച്ചറ നല്ല വൃത്തിക്കാക്കി വെച്ചിട്ടുണ്ട്. ഈ വളവിലെല്ലാം മോശം കുറെ കുഴിയാന്നിട്ടാ. പക്ഷെ നമ്മളെ മലബാറുകാര് നോർത്ത് കേരള ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പോവാൻ. ഈ അങ്ങ് മറ്റേ ഇരുട്ടി വഴിയെല്ലാം പോയാലും കുറെ വളവാണ്. 10-60 ഈ കാരണവർ ഓവർടേക്ക് ചെയ്യാൻ
10-70 കിലോമീറ്റർ അധികം വരും. പാറു പറഞ്ഞ ഡിസ്റ്റർബ് ആയിപ്പോയാ, വല്ലാണ്ട് കുലുങ്ങിയിട്ടല്ലേ. ട്രൈബർ ഉണ്ടോ? അതാണ് ട്രൈബർ, എന്റെ സ്വപ്ന വാഹനം. ഒരിക്കൽ നമുക്ക് ഡ്രൈവർ കാണും. ലോഡ്ജിക്ക് ഒരു കുഴപ്പമില്ല, പാവ ലോഡ്ജിക്ക് സങ്കടം ഒരു കുഴപ്പമില്ല. 26 കിലോമീറ്റർ മൈലേജ് വന്ന് എൻ്റെ അമ്മ, പിന്നെന്നാ വേണ്ടേ. മൂവിയും കൂടി നോക്കാൻ പറ്റും. ഈ ടേൺ നല്ല ഫേമസ് ആണ്. ഞാനിപ്പോ ആക്സിഡന്റ് എല്ലാം കാണല്. നാളെ രാവിലെ നമ്മൾ പുറപ്പെടും. എത്ര സമയം? നമ്മൾക്ക് 7:30 ട്രെയിന്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹൂബ്ലി കാർവാർ റോഡിൽ നിന്ന് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ സ്ഥലത്തോട്ട് ഉള്ളൊരു റോഡിലോട്ട് ഇങ്ങോട്ട് എത്തി. ചെറിയ റോഡാണ്, അതുകൊണ്ട് വലിയ ട്രക്കുകളൊന്നും അതുകൊണ്ട് അധികം പോകുന്നില്ല. നമ്മൾ കേരളത്തിലെ റോഡിനെല്ലാം കുറ്റം പറയും. കർണാടകത്തിൽ മെയിൻ ഹൈവേ അല്ലാണ്ട് വേറെ ഒരു റോഡും നേരാമണ്ണം കിട്ടിയിട്ടില്ല. എല്ലാവരും വരാം, പിന്നെയും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരുതേക്കുള്ളതും പോക്കെ. ഇതിപ്പോൾ ഹൈവേ അടക്കം പണിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നല്ല നാളത്തേക്ക് വേണ്ടി ഇന്നത്തേക്ക് സഹിക്കുവാന്നേ പറയാൻ പറ്റും അല്ലേ. പക്ഷെ ഇതെല്ലാം ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ ഈ റോഡൊന്നും. അപ്പോൾ ഇത് നേരെ പോയിട്ട് കുംതയിൽ ജോയിൻ്റ് ആവും. അതായത് കുംതയിൽ വെച്ചിട്ട് നമ്മളെ കൊച്ചി പൻവേൽ ഹൈവേയിൽ ജോയിൻ്റ് ആവും. ആടെ നിന്ന് ഒന്നും നോക്കണ്ട, ഒരറ്റ പോക്കാം തളിപ്പുറം പോരെ. ഏടിയും തെറ്റാനില്ല. റോഡ് വളയുമ്പോൾ വളക്കണം, ഇല്ല പിന്നെ കാട്ടിലേക്ക് പോവാൻ. അയ്യോ നോക്കറ റോഡ് ഇങ്ങനെ ഭയങ്കര കുഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് എടുത്തിട്ട് പച്ചമരുന്ന് ചാടിച്ചെടുത്ത് നേരം കുഴിഞ്ഞു. നല്ല വ്യൂ കണ്ടലച്ചു ഉണ്ടാ, അങ്ങനത്തോളം കാണുന്നുണ്ടോ? അമ്മ ഒന്നും കാണുന്നില്ല. മനസ്സിലാക്കും. നമ്മൾ മറ്റേ മെയിൻ റോഡിനോട് ചേരാനായി നമ്മളെ മെയിൻ ഹൈവേ കേരളത്തിലേക്ക് പോകുന്നത്. ഇതാണ് ആ ഹൈവേ. ഇനി ലിജി ഓടിക്കുന്നതായിരിക്കും. ഞാൻ നല്ല ഉറക്കരുത്. വൈപ്പർ ശരിയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ മാറുകയാണ്. നമ്മളിപ്പോൾ എവിടെ എത്തിയേ ലിജി? സ്ഥലം അറിയാം? ആറ് ഉറക്കാന്ന്. ലിജിയാണ് ഡ്രൈവിങ്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, രാത്രി ഉറങ്ങിയിട്ടില്ല. ലച്ചു ഇടുന്ന് കാർട്ടൂൺ ആണല്ലാന്ന്. ലച്ചുന് എവിടെയായാലും കാർട്ടൂൺ ഉണ്ടാൽ മതി, ഒക്കെ കുഴപ്പമൊന്നുമില്ല. ലജി നല്ല കൂളായിട്ട് ഡ്രൈവിങ് ചെയ്യാം.
എന്താ ഭംഗിയല്ല മുന്നിലത്തെ അങ്ങനെ നമ്മൾ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് വൈകുന്നേരത്തിന് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. പിന്നെ ഒരു അടിക്കാനുള്ളത് നമ്മളെ റോളറും കൂടി ഉണ്ട് ഇവിടെ. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ബീച്ചിൽ പോകാൻ. ബീച്ച് നല്ല ശരിക്കും ബീച്ച് പോലെ തന്നെയാണ്. നമുക്കൊന്ന് നടക്കാം. അങ്ങനെ നമ്മളെ ബീച്ചിൻ്റെ അടുക്ക് തന്നെ നമ്മൾ വിചാരിക്കുന്നത് കീഞ്ഞേക്കാം ബീച്ചിന്. നല്ലൊരു അടിപൊളി കടൽക്കരയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ ബീച്ചാണ്. നല്ല കൂഴിയാവുന്ന അറിയാം. എന്തായാലും നമ്മൾ പോയിട്ട് ക്ലീൻ ആക്കും. അടിപൊളി സ്ഥലമാണ് കർണാടക. നല്ലൊരു ബീച്ച്. പാൻറ് പൊക്കി പിടി. പാറുവിനെ വേണ്ടട, പാറു പനിയല്ലേ. നമുക്ക് സീഷെൽസ് എനിക്ക് കഴിക്കാൻ പറ്റാം. പാറ് പോകുന്നുണ്ടോ വെള്ളത്തില്? എന്നപ്പോ കുപ്പായ നനക്കറേ. നിങ്ങൾക്ക് ഡേ 2 വീഡിയോ നല്ല ഇഷ്ടമായോ? ബീച്ച് നല്ല രസമല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ക്ലീൻ ആയ ബീച്ച്. ആ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോ പിന്നെ ഇതായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വീഡിയോ എടുക്കണ്ട. കാഴ്ചയൊന്നും കാണില്ലല്ലോ രാത്രി. അതുകൊണ്ട് കണ്ണൂരിലെത്താനോ അയ്യോ 11 മണിയായി. എൻ്റെ നാട് കണ്ണൂരിലാണ്. അതുകൊണ്ട് പിന്നെ 11 മണി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ എത്തിയതിനെ പറ്റിയിട്ടൊന്നും കാണിക്കണ്ടത്. ഭയങ്കര ക്ഷീണവും ഉറക്കും. അയ്യോ ചോദിക്കേ വേണ്ട, ഭയങ്കര ക്ഷീണമായിരുന്നു. ഇനി അടുത്ത വീഡിയോയിലോ കണ്ണൂരിൽ നിന്ന് ശബരിമലയിൽ പോകുന്നതിനെ പറ്റിയിട്ടായിരിക്കും. ബൈ ബൈ.